ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. ഒരിക്കൽ കൂടി മക്കളെ എല്ലാവർക്കും എജ്ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലമായില്ലേ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ കുറേ ലൈവിലായിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ +1 എക്സാം ഫൈനൽ എക്സാം വരുന്ന സമയത്ത്, അതായത് 2024 മാർച്ചിൽ പരീക്ഷ വരുന്ന സമയത്ത് എത്ര മാർക്കിന് എങ്ങനെയൊക്കെ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കേണ്ടത്, അതേപോലെ സാറേ എത്ര വെയിറ്റേജ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെയിറ്റേജ് എത്രയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ചാപ്റ്ററിനെയും കൃത്യമായ വെയിറ്റേജ് ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു സർപ്രൈസ് കൂടി ഉണ്ട്, വേറെ ഒന്നുമല്ല കേട്ടോ. ഒരുപാട് വിശ്വസിക്കുന്ന കാര്യം, നമ്മൾ മിക്കവാറും വെയിറ്റേജ് നോക്കാൻ വേണ്ടി ഒരുപാട് ഗൂഗിളിലൊക്കെ നോക്കാറുണ്ടല്ലേ. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഗതി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നോക്കിക്കോളൂ, ഇതായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കോളൂ, നമ്മുടെ പഴയ ഒരു സിലബസ് പ്രകാരമുള്ള കാര്യമാണിത്. സംശയം ഉണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴും നിങ്ങളുടെ ഒരുപാട് സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു PDF ആയിരിക്കും. ഇത് യഥാർത്ഥത്തിൽ 2022 ഇറങ്ങിയ സർക്കുലറാണ്. 2022 ഇറങ്ങിയ സർക്കുലറാണ്. അതായത് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് എന്തായിരുന്നു, കുറച്ച് ചാപ്റ്റർ ചെറുതാക്കിയിട്ട് ഒഴിവാക്കേണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ എക്കോണമി 1950-1990 അല്ല ഏത് ഈ പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം. കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ ചാപ്റ്റർ 2ാം ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇത് പഴയ സിലബസ് ആണ്, പഴയ പ്രകാരമുള്ളതാണ് ഈ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് പഠിക്കാൻ നിൽക്കണ്ട, ഇത് പഴയ സാധനമാണ്. കാരണം എന്താ അറിയോ, അത് ഇറങ്ങിയ സർക്കുലർ ഞാൻ കാണിച്ചു തരാം. 2023 6/2 ഓക്കെ, 6/2/2023 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022-23 കാലഘട്ടങ്ങളിൽ പഠിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, ആ കാലഘട്ടങ്ങളിൽ പഠിച്ചവർക്ക്, അതായത് കഴിഞ്ഞ വർഷക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ സിലബസ് അല്ല ഉള്ളത്. കാരണം ഇതിന് ശേഷം 2022-23 എന്ന് പറഞ്ഞ വർഷത്തിൽ 23 ഫെബ്രുവരി 6-ാം തീയതി അല്ലേ, ഫെബ്രുവരി 6-ാം തീയതി വന്ന സർക്കുലർ, ഏകദേശം ഒരു വർഷത്തോളം മുമ്പ് വന്ന സർക്കുലർ ആയിരുന്നു. അന്ന് ഉണ്ടായിരുന്നായിരുന്നു എന്ത്, ഈ പറഞ്ഞ വെയിറ്റേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ ഡിലീറ്റഡ് ആയിരുന്നു, അതൊന്നും പഠിക്കാനായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, +1 പഠിക്കാനുള്ള എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞ വെറുതെ ഒന്നുമല്ല. അതായത് 2023 ഓഗസ്റ്റ് 2-ാം തീയതി നമ്മുടെ സുരേഷ് കുമാർ സാർ സൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഹയർ സെക്കൻഡറി അല്ലെ DHSC നിങ്ങൾ ഉണ്ടാവും. അപ്പോൾ DHSC ഓക്കെ, DHSCൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓൾറെഡി കിട്ടുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്, അഥവാ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് അവിടെ നിന്നുള്ള സർക്കുലർ പ്രകാരം നോക്കിക്കോളൂ. 2023-24 അധ്യയന വർഷം ഓക്കെ, ആ അധ്യയന വർഷത്തിലെ സർക്കുലർ പ്രകാരം പഠിക്കേണ്ട ചാപ്റ്ററുകളുടെ വെയിറ്റേജ് ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. +1 നിങ്ങൾ പഠിക്കേണ്ട ഓരോ ചാപ്റ്ററുകളും നോക്കി, ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 17 ചാപ്റ്റേഴ്സ് ആയിരിക്കും. എത്രയായിരിക്കും? അതായത് ഇന്ത്യൻ എക്കോണമി നമ്മൾ I എന്ന് പറയുന്നു. ഇന്ത്യൻ എക്കോണമി എണ്ണിക്കോളൂ, ഓരോന്നായിട്ട് നമുക്ക് എണ്ണാം. 1, 2, പിന്നെ 3, 4, 5, 6, 7, 8, 9 എത്ര ചാപ്റ്റർ വരുന്നുണ്ട്? 9 ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഉണ്ട് അല്ലേ. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലോ, നമുക്ക് നോക്കാം. സ്റ്റാറ്റ് വരുന്ന എത്ര ചാപ്റ്ററാണ്? 8 ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സും വരുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം 17 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. എത്ര ചാപ്റ്റർ? 17 ചാപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ പഴയ സർക്കുലർ നോക്കി ആകെ എത്ര ഉണ്ടാവുള്ളൂ? 16 ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. 16 അല്ല 17 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ തിരിച്ച് ഒരു ചാപ്റ്റർ കൂടി വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കൊള്ളൂ, ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഞാൻ പറയാം. NCERT സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, SCERT ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. NCERTയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇന്ത്യൻ എക്കോണമിയിലെ 4ാമത്തെ ചാപ്റ്റർ പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റഡ് ആണ് NCERTയിൽ, അത് പഠിക്കാനില്ല, ഡിലീറ്റഡ് ആണ്. പക്ഷേ നമ്മുടെ SCERT എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് അഡീഷണൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നുണ്ട്, നമുക്ക് പോവർട്ടി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജും കാര്യങ്ങളും നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കോട്ടോ, കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാറ്റിയിലെ 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, നമ്മുടെ സ്റ്റാറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സ്റ്റാറ്റ് എന്താണ്, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ആകെ വരുന്ന എത്ര മാർക്കിനാണ്? 2 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, 2 മാർക്കിൻ്റെയോ മാക്സിമം പോയാൽ ഒരു 3 മാർക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് വരില്ല. അപ്പോൾ 2 മാർക്ക് എന്തുണ്ടാവുള്ളൂ? ഇതുണ്ടാവുള്ളൂ, ഈ ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ പഠിക്കുക റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് ഉണ്ടല്ലോ, അത് പഠിച്ചിരിക്കണം. ഇനി 2ാമത്തെ ചാപ്റ്റർ, സ്റ്റാറ്റിലെ 2ാമത്തെ ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലേ. നമുക്കറിയാം വലിയൊരു ചാപ്റ്ററിൻ്റെ തുടക്കമായിരുന്നു ഈ പറഞ്ഞ കളക്ഷൻ ഓഫ് ഡാറ്റ. അവിടെ നിന്ന് മാത്രം നിങ്ങൾക്ക് എത്ര മാർക്കിന് ചോദിക്കും? 7 മാർക്കിൻ്റെ ചോദ്യം വരും. എത്ര മാർക്കിനാണ്? 7 മാർക്ക്. അപ്പോൾ അതിൽ ഏതൊക്കെ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പ്രൈമറി ഡാറ്റയുടെ സോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്, കളക്ഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്,
പഠിച്ചിട്ടുണ്ട്, സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, പ്രൈമറി സെക്കൻഡറി ഡാറ്റ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആറാൻ വേണ്ട ക്വാളിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളവിടെ പഠിച്ചിരുന്നത്. 7 മാർക്കിന് മൊത്തം അവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ ഇത്രയും 9 മാർക്ക് അല്ലേ 2 ചാപ്റ്ററിന്. ഇനി സ്റ്റാറ്റിലെ 3ാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ അടുക്കി പെറുക്കി വെക്കണം അല്ലെ. അടുക്കി പെറുക്കി വെക്കുക എന്ന് പറയുമ്പോൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ആ ചാപ്റ്റർ നിങ്ങൾക്ക് ആകെ ചോദിക്കുക ഒരു 4 മാർക്കിനാണ്. ഓക്കെ, നമ്മുടെ ഈ പാർട്സ് ഓഫ് ടേബിളൊക്കെ വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നതിന് കണ്ടിന്യൂസ് കുറച്ച് ചെറിയ ഭാഗങ്ങളൊക്കെ മാത്രം വരുന്ന ഒരു ചാപ്റ്ററാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞത്. ആ ചാപ്റ്ററിന് കുറച്ച് ചോദിക്കാറുള്ളൂ, എങ്ങനെയൊക്കെയാണ് നമ്മൾ അടുക്കി വെക്കേണ്ടതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അത് 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം എത്ര മാർക്കായി? 7, 4, 11, 13 മാർക്ക് ഇപ്പോൾ നമുക്ക് 3 ചാപ്റ്ററിന് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന നോക്കിയേ, സ്റ്റാറ്റിസ്റ്റിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ട് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, ഈ പറഞ്ഞ കളക്ഷൻ കഴിഞ്ഞു, ഓർഗനൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതാണ് ഡാറ്റയെ പ്രസന്റ് ചെയ്യുക. അവിടെ നിന്ന് മാത്രം നിങ്ങൾക്ക് എത്ര മാർക്ക് വരുന്നുണ്ട്? 8 മാർക്കിനാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 8 മാർക്കിന് ഇവിടുന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് നോക്കിക്കോളൂ. ഒരു ഹിസ്റ്റോഗ്രാമോ അല്ലെങ്കിൽ ബാർ ഡയഗ്രാമോ പൈ ഡയഗ്രാമോ ഇതിന് 3 ഏതെങ്കിലും ഒന്നും, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, മിക്കവാറും പറയുന്ന ഒരു കാര്യമാണ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിന് ഹിസ്റ്റോഗ്രാം ഒക്കെ പറഞ്ഞ പോലെ തന്നെ ബാക്കി കൂടി നിങ്ങൾ നോക്കിക്കണം. ഓരോന്നും വരക്കാനല്ലേ, വരച്ച് കൃത്യമായിട്ട് വരച്ച് പഠിപ്പിച്ച ചാപ്റ്ററായിരുന്നു പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് അവിടുന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് ടേബിളിൻ്റെ ഭാഗവും അവിടുന്ന് ചോദിക്കാറുണ്ട്, പഠിച്ചോളൂ 8 മാർക്കിന് ചോദിക്കും. ഇനി സ്റ്റാറ്റിൽ 5ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ടഫ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല, എന്നാൽ ഏറ്റവും ഈസി ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഈ പറഞ്ഞ 5ാമത്തെ ചാപ്റ്റർ. അവിടെ നിന്നും എത്ര മാർക്കിനാണ്? 8 മാർക്കാണ്. നോക്കിക്കുക നിങ്ങൾ, അവിടെ നിന്ന് 8 മാർക്ക്, 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്ക്. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളൂ, സ്റ്റാറ്റിലെ 2ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, അതേപോലെ 5ാമത്തെ ചാപ്റ്റർ, ഈ 3 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ 3 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 23 മാർക്ക് ഈ 3 ചാപ്റ്ററിനാണ്. 23 മാർക്ക് ഈ ചാപ്റ്ററിനാണ്. അപ്പോൾ ഈ പറഞ്ഞ 5ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ടെൻഡൻസി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് മീൻ, മീഡിയൻ, മോഡ് ഇത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും? ഏതൊക്കെ ഡാറ്റ? റോ ഡാറ്റയിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്ക്രീറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടിന്യൂസിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് 3ഉം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അത് പഠിച്ചേ പറ്റുള്ളൂ. കണ്ടിന്യൂസിൽ എന്തായാലും, കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഡാറ്റയിൽ എന്തായാലും മീൻ, മീഡിയൻ, മോഡ് കണ്ട് പഠിച്ചേ പറ്റുള്ളൂ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എസ് വരെ ചോദിക്കുന്നത് ആ ഭാഗത്താണ് ഉണ്ടാവുക. ഓക്കെ, അത് പഠിക്കുക. പിന്നെ 4ാമത്തെ ചാപ്റ്ററിനാണ് എസ്സേക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചാൽ ഒജീവ് വരക്കുന്നത് അല്ലേ. അപ്പോൾ ഒജീവ് 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 4ാമത്തെ 5ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഇനി 5ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, 6ാമത്തെ ചാപ്റ്റർ അല്ലേ. സ്റ്റാറ്റിൽ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോറിലേഷൻ ആണ്. കോറിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക്. ഓക്കെ, ഈ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറേ പോയിന്റ്സ് ഒക്കെ ഒഴിവാക്കിയ കാര്യം നമുക്കറിയാം. ഈ കോറിലേഷൻ നമുക്ക് പഠിക്കാനുള്ള മാർക്ക് എത്ര മാർക്കിന് ചോദിക്കുക? 5 മാർക്കിന് അവിടെ നിന്ന് ആകെ ചോദിക്കുള്ളൂ. 5 മാർക്കിന് അവിടെ നിന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ കാൽക്കുലേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഇതൊക്കെ ഓൾറെഡി ഇപ്പോൾ ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ബിജുക്കൂട്ടെന്ന് അറിയിക്കും. അതിലൊരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. പക്ഷേ അതിൽ പറയുന്ന ബാറുകൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന പ്രസിദ്ധീകരിക്കാറുണ്ട് അല്ലെ, എന്താണ് കോറിലേഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് കോറിലേഷൻ അത് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. 5 മാർക്കിനാണ് അവിടെ നിന്ന് ചോദിക്കുക. ഇനി സ്റ്റാറ്റിൽ 7ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ, സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അവിടെ നിന്ന് ആകെ 4 മാർക്കിലെ ചോദ്യം ഉണ്ടാവുള്ളൂ. അതായത് ഈ പറഞ്ഞ സൂചക സംഖ്യകൾ വളരെ ചെറിയൊരു ഇമ്പോർട്ടൻസേ ഉള്ളൂ. 4 മാർക്കിനാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഓക്കെ, ദെൻ അവസാനത്തെ സ്റ്റാറ്റിലെ ചാപ്റ്ററാണ് 8ാമത്തെ ചാപ്റ്റർ, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. വളരെ ചെറിയ ചാപ്റ്റർ, എന്നാൽ ചോദ്യം മസ്റ്റാണ്. 2 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എത്ര മാർക്കായി? 2 മാർക്ക് അല്ലേ. അപ്പോൾ എത്ര മാർക്കായി കൂട്ടി നോക്കിയേ? 4, 5, 9, 2, 11 മാർക്ക് ഇവിടെ നിന്നായി. 11, 8, 19, 8, 10, 11 എത്രയ്ക്ക് വരുന്നത്? ഇപ്പോൾ നമുക്ക് 4, 5, 9, 9, 2, 11, 11, 16, 27 അല്ല 27, 31, 38, 40 മാർക്ക്. അപ്പം 40 മാർക്ക് എവിടെ നിന്നാണ്? സ്റ്റാറ്റിൽ നിന്നാണ് അല്ലേ. 40 മാർക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടി? 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 40 മാർക്കിൻ്റെ വെയിറ്റേജ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സ്റ്റാറ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ പേപ്പറിന് എത്ര മാർക്കാണ് ഇപ്പോൾ ഉള്ളത്? ഈ പറയുന്ന 40 മാർക്കാണ് ഉള്ളത്. അപ്പോൾ 40 മാർക്കിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ബാക്കിയുള്ള 40 അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യൻ എക്കോണമി ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ നോക്കിക്കോളൂ. ഇന്ത്യൻ എക്കോണമിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം ഡിലീറ്റഡ് ആയിരുന്നു അല്ലേ. 1ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിലീറ്റഡ് ആയിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് ഇത്തവണ ഇനി 3 മാർക്കിന് അവിടുന്ന് ചോദ്യം വരും. ഓക്കെ,
നമുക്കറിയാം ഇന്ത്യൻ എക്കോണമി സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ട് നമുക്കുണ്ടായിരുന്ന എന്തെങ്കിലും നേട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ട്രേഡ് ബാലൻസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലേ, അതൊക്കെ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. 3 മാർക്കിനാണ് അവിടുന്ന് ചോദ്യങ്ങൾ വരിക. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെ നിങ്ങൾക്ക് ആകെ എത്ര മാർക്കിന് വരിക? 4 മാർക്കിന് വരിക. 4 മാർക്ക് അറിയുമ്പോൾ അവിടെ ഗ്രീൻ റവല്യൂഷൻ പഠിക്കാനുണ്ട്. അതേപോലെ നമുക്ക് എന്ത് പറയാനുണ്ട്, ഗ്രീൻ റവല്യൂഷൻ്റെ പറയുമ്പോൾ ലാൻഡ് റിഫോംസ് പഠിക്കാനുണ്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പഠിക്കാനുണ്ട്, IPR പഠിക്കാനുണ്ട് അല്ലേ, ഇങ്ങനെ കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. എന്നാലും അവിടെ നിന്ന് ആകെ എത്ര മാർക്കിനേ ഉള്ളൂ? 4 മാർക്കിനെ ചോദിക്കുള്ളൂ. ഓക്കെ. ഇനി അടുത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടത് മൂന്നാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 6 മാർക്കിനാണ് ചോദ്യങ്ങൾ. എത്ര മാർക്കിനാണ്? 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു എസ്സേ ലെവൽ ചോദ്യം തന്നെ ചോദിക്കാം. എവിടുന്നാണ് തുടങ്ങുന്നത്? ബാക്ക്ഗ്രൗണ്ട് വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ റീസൺസ്, കോസസ്, ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ പറയുന്ന LPG നടത്താൻ പശ്ചാത്തലം, കാരണം, അതിനെ സഹായിച്ച ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, നിർബന്ധമായിട്ട് അത് പഠിച്ചു വെക്കാം. അപ്പം അതേ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിബറലൈസേഷൻ നടപ്പിലാക്കിയ ഇൻഡസ്ട്രിയൽ സെക്ടർ, ടാക്സ് മേഖല പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറൊക്കെ പഠിച്ചിട്ട് അതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇനി 4ാമത്തെ ചാപ്റ്റർ അല്ലേ, പോവർട്ടി. നമുക്ക് NCERT ഡിലീറ്റഡ് ആണെങ്കിലും SCERT എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോവർട്ടി അലീവേഷൻ പ്രോഗ്രാം, അതിൻ്റെ ഡയമെൻഷൻസ്, ഈ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും 6 മാർക്കിന് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6 മാർക്കിന് ചോദ്യം അവിടെ നിന്നായി. പിന്നെ 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളി തോലൊഴിച്ച പോലെ അല്ലേ. ഇപ്പോൾ ഒന്നും പഠിക്കാത്തൊരവസ്ഥയാണ്. ഒരു ഭാഗം എന്തായാലും പഠിക്കാറുണ്ട്. ഏതാണ്? സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ മസ്റ്റ് ആയിട്ട് പഠിക്കുക. എത്ര മാർക്ക് ചോദിക്കും? അത് 4 മാർക്കിന് എന്തായാലും അവിടെ നിന്നൊരു ചോദ്യം വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ളൊരു മാർക്കാണ് ഇത്, ഈ പറഞ്ഞ 4 മാർക്ക്. പക്ഷേ എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യമാണ്. കാരണം എന്താ പറയുക, ആ ചാപ്റ്ററിന് നാണം കെടുത്തിയ പോലെ ഒന്നും പഠിക്കാത്തൊരവസ്ഥയാക്കി മാറ്റി, വളരെ മോശമായി പോയി. എന്തായാലും 4 മാർക്കിന് അവിടെ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരും. ഇനി 6ാമത്തെ ചാപ്റ്റർ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം, റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. വലിയൊരു ചാപ്റ്ററാണല്ലേ, വലിയൊരു ചാപ്റ്ററാണ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ സോഴ്സ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, റൂറൽ ക്രെഡിറ്റ് പറയുന്നുണ്ട്, അതേപോലെ ഡൈവേഴ്സിഫിക്കേഷൻ പറയുന്നുണ്ട്, ഓർഗാനിക് ഫാമിങ്ങും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങി വെക്കുന്നുണ്ട് അതിൽ. അതൊക്കെ എത്ര മാർക്ക് ചോദിക്കാം? 5 മാർക്കിന് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാം. ഓക്കെ, അപ്പം 5 മാർക്ക് ഇവിടെ നിന്ന് ചോദ്യം വരാം. അപ്പോൾ ഈ 5 മാർക്കിൻ്റെ ചോദ്യം വരെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ എത്ര ചാപ്റ്ററായി? 6 ചാപ്റ്ററായി ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന്. ബാക്കിയുള്ള ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമിയിലെ 7ാമത്തെ ചാപ്റ്റർ ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വലിയ പേരുള്ള ചാപ്റ്റർ ആണെങ്കിലും ചെറിയ മാർക്ക് അഥവാ 3 മാർക്കിന് ചോദിക്കുള്ളൂ. എന്താണ് എംപ്ലോയ്മെൻറ്റിൻ്റെ ടൈപ്പ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും അൺഎംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂറൽ മേഖലയിൽ അൺഎംപ്ലോയ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ അർബൻ ഏരിയയിലെ അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് എന്താ ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 3 മാർക്കിന് എന്ത് ചെയ്യാം ഈ പറയുന്ന മേഖലയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ കുറച്ച് മാർക്കിന് ഈ എംപ്ലോയ്മെൻറ്റ് ചാപ്റ്റർ കേട്ടോ. എന്നാൽ 8ാമത്തെ ചാപ്റ്റർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് അവിടെ നിന്നുള്ള 6 മാർക്കിന് ചോദ്യം, അതായത് എസ്സേൻ്റെ ചോദ്യം വരാൻ ചാൻസ് ഒരു ചാപ്റ്റർ കൂടിയാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അവിടെ എന്താണെങ്കിലും മെയിനായിട്ട് എസ് വരാൻ കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ സുസ്ഥിര വികസനമായിട്ട് ബന്ധപ്പെട്ടത് ചോദ്യം എന്ത് ചെയ്യാം അവിടെ നിന്ന് വരാം. അപ്പോൾ ഇവിടുന്ന് എസ് വരാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് ഈ പറഞ്ഞ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ എൻവയോൺമെന്റ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പോവർട്ടി അലിവേഷൻ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്റർ. അപ്പോൾ 3, 4, 8 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ നൈബേഴ്സ്, അല്ല ഇന്ത്യൻ നൈബറായിട്ടുള്ള പാകിസ്ഥാനും ചൈനയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചാപ്റ്ററാണ്. അതിനാകെ 3 മാർക്കിന്. അപ്പോൾ നോക്കിയാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? മൊത്തം 40 മാർക്ക് അവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, 40 മാർക്ക് നമുക്ക് ഏത് വരുന്നത് ഇന്ത്യൻ എക്കോണമിയാണ്. അപ്പോൾ 40 മാർക്കിൻ്റെ ഇന്ത്യൻ എക്കോണമിയും 40 മാർക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സുമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ 40 മാർക്കിന് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏകദേശ ധാരണയാണ്. ഇത്ര മാർക്കിന് ചോദിക്കാം. ചിലപ്പോൾ 42 മാർക്ക് ഇന്ത്യൻ എക്കോണമിയും 38 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവും. ചിലപ്പോൾ എന്ത് ചെയ്യാം 42 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സും 38 മാർക്ക് ഇന്ത്യൻ എക്കോണമിയും ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. കാരണം എന്താ പറയുക, ചില ചാപ്റ്റർ നമുക്കറിയാം ഇന്ത്യൻ എക്കോണമിയിലെ ചില ചാപ്റ്ററുകൾ പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ പറഞ്ഞ LPG ഒക്കെ കഴിഞ്ഞ ശേഷം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, പോവർട്ടി, അതേപോലെ റൂറൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ ഇന്ത്യ നേരിടുന്ന കുറേ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദ്യങ്ങൾ വരുമ്പം മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വന്നേക്കാം. എന്നിരുന്നാലും ആകെ എത്ര മാർക്കിനെ ചോദിക്കുള്ളൂ? 80 മാർക്കിനെ ചോദിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഏകദേശ ധാരണ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സ്റ്റാറ്റിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇന്ത്യൻ എക്കോണമി ഏതൊക്കെ ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റുകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുത്ത് അത് ആദ്യം പഠിച്ചെടുക്കുക.
ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ലിസ്റ്റ് കംപ്ലീറ്റ് ഫുള്ളായിട്ട് നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. സ്റ്റാറ്റിയിൽ നമ്മൾ പറഞ്ഞു വെച്ചു അല്ലേ, സ്റ്റാറ്റിയിൽ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഏതൊക്കെയാണ്, സ്റ്റാറ്റിയിൽ നമ്മൾ പറഞ്ഞു വെച്ച ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ പറഞ്ഞു, പിന്നെ നാലാമത്തെ ചാപ്റ്റർ പറഞ്ഞു, അഞ്ചാമത്തെ ചാപ്റ്റർ പറഞ്ഞു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു. മൊത്തം എത്ര മാർക്കാണ് പറഞ്ഞത്? 23 മാർക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. എത്ര മാർക്ക്? 23 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ ഇന്ത്യൻ എക്കോണമിയാണ്. ഓക്കെ, ഇന്ത്യൻ എക്കോണമി ആണെങ്കിൽ നിങ്ങളോട് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ നാലാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എട്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് തോന്നും ഏതാണ് സാറേ, എൻവയോൺമെന്റ് ആണോ അതോ ഇൻഫ്രാസ്ട്രക്ചർ ആണോ എന്നല്ലേ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താണ് ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 മാറി. 9ാമതായിട്ടുണ്ടായിരുന്ന നമ്പർ ആയിരുന്നു എൻവയോൺമെന്റ്, അതിപ്പോൾ 8ാം നമ്പർ ചാപ്റ്റർ ആണ്. 10ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് പറഞ്ഞ്, അതിപ്പോൾ 9ാമത്തെ ചാപ്റ്റർ ഉണ്ടോ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണേ. അപ്പോൾ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അല്ല, എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊത്തം നോക്കിക്കോളൂ, 6 മൊത്തം 3 18 അല്ലേ, ഒരു 18 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നോക്കി നിങ്ങൾ മൊത്തം എത്ര മാർക്കായി, 23 18 എന്ന് പറയുമ്പോൾ തന്നെ 41 മാർക്കായില്ലേ. അതായത് ഈ പറയുന്ന 6 ചാപ്റ്റർ 17 ചാപ്റ്ററിൽ വെറും 6 ചാപ്റ്റർ പഠിച്ചാൽ എത്രയാണ് പറഞ്ഞത്, 6 ചാപ്റ്റർ പഠിച്ചാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പകുതിയിലേറെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പകുതിയിലേറെ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ 17 ഈ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിച്ചാൽ തന്നെ പകുതി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആദ്യം നിങ്ങൾ ഈ 6 ചാപ്റ്റർ പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. അതാകുമ്പോൾ എന്ത് ചെയ്യും, അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ. ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമല്ല ഇനി സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു +1 ഫുൾ മാർക്ക് വാങ്ങിയിട്ട്. അതായത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, 80 ഔട്ട് ഓഫ് 80 എന്ന് പറയുന്നത് ഒരു ബാലികാറാമലയൊന്നുമല്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമുള്ളൂ. നമ്മളെ പോലത്തെ ഒരുപാട് കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്, പിന്നെന്താ നമുക്ക് സാധിക്കില്ലെന്ന് ഉറപ്പ്, നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ 80 ഔട്ട് ഓഫ് 80 വാങ്ങാം. ആദ്യം നിങ്ങൾ ഈ 6 ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കുക. ഈ 6 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രം പഠിച്ചാൽ 41 മാർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 39 മാർക്കിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള 11 ചാപ്റ്റേഴ്സ്, വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ്, അത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇപ്പോൾ ജിംനാസ്റ്റിക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലേ എത്ര റിസ്ക് ഉള്ള കാര്യമാണ്, പക്ഷെ അത്ര റിസ്ക് ഒന്നുമില്ല, ഇത് നമ്മളെ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഗൈസ്, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് വൺസ് അഗൈൻ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ഇവിടെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇനി എൻ്റെ കയ്യൊപ്പ് ചേർത്തിയൊരു ബെസ്റ്റ് ഓഫ് ലക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് വിഷ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. കാരണം ഈ പറയുന്ന വിജയങ്ങൾ കംപ്ലീറ്റ് ആർക്കുള്ളതാണ്, നമുക്ക് തന്നെയുള്ളത്. നമ്മളെങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യുന്നതാണെങ്കിൽ വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പോട് കൂടിയിട്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ സൽസബിൻ PS signing out from EduBoard. Bye and happy learning.